എന്താണ് അതിന്റെ മുഖത്തൊരു വാട്ടം? വാട്ട് ഇസ് ദ പ്രോബ്ലം? വെളിയിലോട്ട് ഇറങ്ങാൻ പോലും പേടിയാവുന്ന അവസ്ഥയിലോട്ടാ വന്നത്. നീ എന്താണ് ഇങ്ങനെ പേടിക്കണത്? അല്ല, കാരണം ആൾക്കാരെന്ത് പറയും, ആൾക്കാരെന്ത് ചോദിക്കും. മോളെ, ഇതൊക്കെ ആദ്യമായതുകൊണ്ടാ, കുറച്ച് കഴിഞ്ഞതൊക്കെ ശീലമായിക്കോളൂ. നമ്മളിങ്ങനെയല്ല, നമ്മൾ അങ്ങനെ ഒരു കാര്യമല്ല, നിങ്ങൾ ചിന്തിക്കുന്ന കണക്കല്ല എന്ന് പറയാൻ എത്ര പേരെടുത്ത് എനിക്ക് പോയി പറയാൻ പറ്റും. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. ഇന്ന് എന്റെ കൂടെയുള്ള വ്യക്തിയെ പറ്റി പറയുന്നതിന് മുമ്പേ ആ വ്യക്തി ആരാണെന്ന് ഞാനൊരു ഇൻട്രോ നൽകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻട്രോ നൽകേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻട്രോ നൽകാതെ തന്നെ ഞങ്ങൾക്ക് അറിയാം. വെടി അടിവാര ഓമനെ ഓർമ്മ വരുന്നു. 2 ദിവസം മുമ്പ് ഈ പറഞ്ഞ സജിനയുടെ ഭർത്താവ് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് സജിന ആരാണ് എന്താണെന്നുള്ളത്. ഇതിലും വലിയ വെടി സ്വപ്നങ്ങളിൽ മാത്രം. ഈ സജിന എന്ന് പറയുന്നവൾ റസൂൽ പൂക്കുട്ടി എന്ന് പറഞ്ഞ ഒരു സിനിമ ആർട്ടിസ്റ്റുമായി അവീതത്തിന് പോയതാണ്. എന്നാൽ ഇപ്പൊ നിലവിൽ ഈ പറഞ്ഞ സജിന റസൂൽ പൂക്കുട്ടിയിൽ 9 ആഴ്ച ഗർഭിണിയാണ്. ഞാൻ ആരാണെന്ന് നിനക്കൊന്നും അറിയില്ല. അയ്യോ, അറിയില്ല എന്ന് പറയരുത് മാഡം. അതാണ് നീ പടക്കം. എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇത് കയ്യിൽ നിന്ന് വിട്ടുപോകുന്നൊരു നിമിഷമുണ്ട്. ഞാൻ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു കുഞ്ഞെന്ന് ഞാൻ പറയത്തില്ല. ഒന്ന് തെളിച്ചു പറയണേ. ഇനി അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് സജിന താത്തന്റെ അടുത്തൊരു ഭീഷണിപ്പെടുത്തൽ ഡ്രാമയാണ്. എനിക്ക് എല്ലാം അങ്ങ് സഹിച്ച് പുറത്ത് നിക്കാന്ന് പറഞ്ഞ അത്രയും നല്ല ഞാൻ ഗാന്ധിജിയൊന്നും അല്ല. ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ക്രൂശിച്ചുകൊണ്ടിരുന്നല്ലോ. ആ സഹിടുമ്പോ ഒരു പൊട്ടലുണ്ട്. എല്ലാത്തിനും കുത്തും ഞാൻ, നേരത്തെ കുത്തും ഞാൻ. അതുപോലെ എന്നെ കൊണ്ട് പൊട്ടിക്കരുത്. ഇതെന്ത് ഗുണ്ടായിസോ? അവിടെയും ഫാമിലീസ് ഉള്ളതാ, കുഞ്ഞുങ്ങളുള്ളതാ. തെളിവ് സഹിതമായിരിക്കും ഞാൻ കൊണ്ടിടുന്നത്. ഇനിയിപ്പോ നിങ്ങളായിട്ട് തരേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ഭർത്താവായിട്ടുള്ള ഫിറോസ് ഞങ്ങൾക്ക് വേണ്ടതൊക്കെ തന്നു കഴിഞ്ഞിട്ടുണ്ട്. 2 മാസത്തേക്ക് കളിപ്പിക്കാനുള്ളതൊക്കെ തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. തീർന്നു. എനിക്കതേ പറയാനുള്ളൂ. എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. ഭർത്താവായിട്ടുള്ള ഫിറോസിനെ ഉദ്ദേശിച്ചാണെന്ന് തോന്നുന്നു ഈ ഭീഷണി. ഈ ഓലപ്പാമ്പ് കണ്ടാലൊന്നും ഉല്ലാസ് കുമാർ പേടിക്കില്ല. പക്ഷെ ഫിറോസ് എന്താക്കി അതിനപ്പുറത്തുള്ള കളി കളിച്ചു എന്നുള്ളതാണ്. എല്ലാ തെളിവുകളും ശേഖരിച്ച് തെളിവ് സഹിതം അങ്ങോട്ട് സാധനങ്ങൾ പുറത്തിട്ടു. അതോടെ സജിൻ അങ്ങ് മൂഞ്ചിന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനിയിപ്പോ സജിൻ എന്താക്കുന്നുള്ളതാണ്. വെളിയിലോട്ട് ഇറങ്ങാൻ പോലും പേടിയാവുന്ന അവസ്ഥയിലോട്ടാ വന്നത്. ഇനിയിപ്പോ സുഖമായിട്ട് വെളിയിൽ ഇറങ്ങി നടക്കാം. കാരണം നിങ്ങൾ എന്താണ് ഏതാണെന്നുള്ളത് ഇപ്പൊ പുറലോകം അറിഞ്ഞു കഴിഞ്ഞല്ലോ. എന്റെ മക്കളടുത്ത് പോലും എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ സ്കൂൾ വരെ മാറ്റേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. നിങ്ങളെ മക്കളുടെ സ്കൂൾ മാറ്റേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ തന്നെയാണ് കാരണക്കാരി. കണ്ടവന്റെ കൂടെ അവീതത്തിന് പോകുമ്പോൾ ചിന്തിക്കണമായിരുന്നു. അന്നേരം അതൊന്നും ചിന്തിക്കാതെ കൂത്താടി നടന്നിട്ട് അവസാനം എക്സ്പോസ്ഡ് ആകുമ്പോൾ വന്നിരുന്ന കരിയാണ് എന്റെ മക്കളുടെ കൂടെ എനിക്ക് ജീവിക്കണം, അവര് സ്കൂൾ മാറ്റേണ്ടി വരുന്ന ഒരവസ്ഥയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. അവളെങ്ങനെയാണ്, അവള് പോക്ക് കേസാ എന്നാണ് പറയുന്ന ആൾക്കാര്. ഇച്ചിരി ലിപ്സ്റ്റിക് കൂടിയപ്പോ പറയും, അവള് കണ്ട, അവള് പോക്ക് കേസ് എന്ന് പറയുന്ന ഒരു സമൂഹമാണ്. അതൊക്കെ എന്ന് സജ്ജന, അതൊക്കെ പണ്ട്. ഇന്നത്തെ ആൾക്കാരൊന്നും അങ്ങനെ പറയത്തില്ല. അത് കയ്യിലിരിപ്പിന്റെയാ. ഞാൻ ഒരിക്കലും ആണുങ്ങളോടൊപ്പം പിഴച്ച് ജീവിക്കാമല്ലോ. അല്ല, അതെങ്ങനെയാന്നുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിക്കണേ. നിങ്ങളുടെ ഭർത്താവ് തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്നും പറയല്ലോ മോളെ. ഈ റസൂൽ പൂക്കുട്ടിക്ക് മുമ്പ് നിങ്ങൾക്ക് എത്ര കാമുകന്മാരായിരുന്നു ഉണ്ടായിരുന്നത്? അതിനൊന്ന് കണക്കൊന്ന് പറഞ്ഞു തന്നാട്ടെ. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ